ഹായ്. ഇന്ന് ക്ലാസ്സില്ല, ഇന്നൊരു കോൺഫറൻസ് ആയിരുന്നേ. ഞാൻ പൊതുവേ അങ്ങനെ കോൺഫറൻസിൽ നിന്നും എനിക്ക് ഭയങ്കര മടിയാണ് പോകാൻ. പക്ഷെ ഇന്ന് പോയി. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റായിരുന്നു, സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. സൈക്കോളജി സോഷ്യൽ വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ടൊരു ടോപ്പിക്കായിരുന്നു. ഞാൻ പോയി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലാതെയുള്ളൊരു ഇതാണ്. MSW ഡിപ്പാർട്ട്മെൻറ്റില്ലേ, അവരുടെയൊക്കെ ഇതിൽ വരുന്നത്. പക്ഷേ എനിക്കവിടെ ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടൊരു ഫീൽഡ് ഉണ്ടായതുകൊണ്ടാണെന്ന് അറിഞ്ഞത്. ഒട്ടും ബോറടിച്ചില്ല. ഞാൻ ഇൻട്രസ്റ്റോടെ കേട്ടിരുന്നു. ഇവിടെ എനിക്ക് വരുന്നൊരു മാമുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അങ്ങനെ ഭാരതീയോൺ 2024 എന്ന് പറയും. നന്നായിരുന്നു. അമ്മയും അമ്മച്ചൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അത് കുറച്ച് നേരം വന്നില്ല. ഇപ്പം സമയം 3:45 കഴിഞ്ഞിപ്പിച്ച് ലേറ്റായി. താരതകതമിതോ അവരെവിടെയാണ് എങ്ങനെ കണ്ടുപിടിക്കുമെന്തോ. വണ്ടി റിവേഴ്സെടുക്കുന്നുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരങ്ങറ്റത്ത് കാണും. വണ്ടിയാണോ അത്? അല്ല, വണ്ടി എവിടെയാ പോലും വെച്ച് നോക്കണമല്ലോ. ഇവിടെ കാണുന്നില്ലോ. നമ്മുടെ വണ്ടിയാണോ? അത് നമ്മുടെ വണ്ടിയല്ല. ഇവിടെ നിന്ന് നമുക്ക് വിളിക്കാം. വണ്ടി വന്നു. ശിവ ചേച്ചി ഇല്ലേ? എന്താ ചേച്ചി അവിടെ ഇരിക്കുന്നു? കോൺഫറൻസ് MSWന്റെ സോഷ്യൽ വർക്കിന്റെ ഇംഗ്ലീഷിന്റെ ഒന്നല്ലേ? എനിക്ക് താല്പര്യമുള്ള വിഷയമുണ്ട്. അറ്റൻഡൻസും കിട്ടും. ഭയങ്കര നല്ല ഇതായിരുന്നു. പക്ഷെ അറ്റൻഡൻസ് ഉണ്ട്. കേട്ടു, നല്ലതായിരുന്നു. വീട് പൊട്ടിയിട്ട് താക്കോലെടുത്തില്ല അവര്. എന്നെ കൂട്ടാൻ വന്നിട്ടെ വീട് പൂട്ടിയിട്ടില്ലേ? അയ്യോ, അമ്മച്ചയും കണ്ട മറന്നുപോയതാ പാവം. അപ്പോ സെപ്പക്കുട്ടി അങ്ങോട്ടാ ഓടുന്നേ. ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി എൻ്റെ റൂമിൽ വന്നതാണ്. അപ്പോൾ ഒരാൾ കാണിക്കുന്ന കാട്ടായി നോക്ക്. എന്താ ഉദ്ദേശിക്കുന്നത് അവൾക്ക് മാത്രം അറിയുള്ളൂ. ഡി സെബ, എന്തുവാ അവിടെ? എന്താ ഓ ആ ചൂട് നിവർത്താൻ നോക്കണോ എൻ്റെ മോളെ? നൂരുന്നുണ്ട്, ദൂഷുന്നുണ്ട്. എടുത്തോ എന്തേലൊക്കെ പണി വേണ്ട ചെയ്തു. ഫാസ്റ്റ് മടുത്തു
മടുത്തു. എന്താ പെട്ടെന്ന് പറ്റിയേ? ഇത്തിരി തലവേദന ഉണ്ടായിരുന്നു ഉച്ചയ്ക്കൊക്കെ. ഇപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടുപോലെ തലപ്പിരിപ്പും ഒന്നിച്ച് വല്ലാത്തൊരു വിഷമമാണ് തോന്നുന്നു. മരുന്ന് കൊടുത്തരാ കേട്ടോ. അവിടെ അതേ കണ്ടുള്ളൂ. രണ്ടും ഉണ്ടായിരുന്നു. അതിൽ തിരക്കിടാതെ നീ കറി ശരിയാക്കിയിട്ടതൊന്നും കൊടുത്തില്ല. എന്താ കഴിക്കാൻ? മീൻകറി കൊണ്ടല്ലോ. അമ്മയുടെ മോളുടെ എന്തോ പരിപാടിയാണ്. തൈര് ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. തൈര് കളയാൻ പോയാൽ അവിടെ വരും. എല്ലായിടത്തും ഇങ്ങനെ ഓളൻ്റെ ഓളിട്ട് ഇങ്ങനെ നടന്നണം കേട്ടോ. അതിന് അങ്ങനെ വെക്കണ്ട അമ്മ. അത് തൂക്കിയിട്ട് അങ്ങനെ അങ്ങ് പൊക്കി കിട്ടാ പോരെ. വൈ നക്കല് നല്ല കാറ്റുണ്ട് പുറത്ത്. എവിടെയോ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ നല്ല കാറ്റതാ. പിടിയും വിട്ടുന്നുണ്ടോ അമ്മ? ഇല്ല. ഇങ്ങനൊരു കളിച്ചില്ലല്ലോ എന്നാ ഇങ്ങനെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ കാണാം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അന്ന് ഞാൻ വൈകുന്നേരം വരുന്ന വഴിക്ക് കാറിൽ നിന്ന് എടുത്തതും പിന്നെ വീട്ടിൽ നിന്ന് എടുത്തതായിട്ടുള്ള കുറച്ച് വിഷ്വൽസേ ഉള്ളൂ. പിന്നെ അമ്മച്ചിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അമ്മച്ചിക്ക് എന്തായാലും ചെറിയൊരു തലവേദന പോലെ വന്നതാണ്. പിന്നെ അതങ്ങ് ഓക്കെ ആയി. അത് ഇന്ന് പുള്ളിക്കാരിക്ക് വിഷമമുള്ള ന്യൂസസ് ഒന്നും കാണാൻ പറ്റത്തില്ല. തലയ്ക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് പണ്ട് 500 ദിവസം വന്ന് ഞരമ്പ് പൊട്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം ഈ ഒരുപാട് വിഷമമുള്ളവരിലൊന്നും പുള്ളിക്കാരിക്ക് പറ്റത്തില്ല. ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നന്നായിട്ടുള്ളതിന് ശേഷം. ഇപ്പം ഇന്ന് എന്തോ റീൽസ് എടുത്തപ്പോൾ ആരോ ഞാൻ ആ വാർത്ത കറക്റ്റ് വിട്ടുപോയി, മരിച്ചു പോയായിരുന്നല്ലോ ആക്സിഡൻറ്റിൽ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വാർത്ത എന്തോ പകൽ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ടു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു അമ്മച്ചിക്ക്. അപ്പം വേറെ ഒന്നുമല്ല, ഇവിടുന്ന് എൻ്റെ കൂടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. എന്നാ കുരുത്തം കേട്ട വേണേ. ഞാൻ വീഡിയോ എടുക്കട്ടെന്ന്. ചേട്ടാ എന്താ അപ്പോൾ ഓക്കെ, ബൈ. നീ പറ കുത്തുങ്ങോട്ട് പെണ്ണേ എന്തുകൊണ്ട് മുടി വെക്കുന്നു? എന്തോ മുടി വെക്കുന്നു.